ഹലോ എവറി വൺ, വെൽക്കം ടു സ്മാർട്ട് ഷോ ഇറ്റി. ഇന്ന് ലിസണിങ്ങിൻ്റെ ഒരു സെക്ഷനാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ലിസണിങ്ങിൻ്റെ മോസ്റ്റ് കോമൺലി ചോദിക്കുന്ന ഒരു 10 വേർഡ്സാണ് ഞാനിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ലിസണിങ് ബിഗിനേഴ്സായിട്ടുള്ള കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പം ഈ അടുത്ത ദിവസങ്ങളിലും കൂടെ കൂടി കുട്ടികൾ പറഞ്ഞൊരു വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, അവർക്ക് 24 വേർഡ്സിൽ ഇപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ട് 20-30 സെക്ഷനായിട്ടുള്ള കുട്ടികൾക്ക് പോലും 10-12 വേർഡ്സൊക്കെയാണ് കിട്ടുന്നത്. വളരെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു. എന്നാൽ നന്നായിട്ട് ആൻസർ കിട്ടുന്ന കുട്ടികളും ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മുടെ ആ ഒരു ഓരോ കുട്ടികളുടെയും ആ ഒരു അവരുടെ കഴിവ് ലിസണിങ് കേട്ടെഴുതാനും ലാംഗ്വേജ് മനസ്സിലാക്കുന്നതും എല്ലാം വെച്ചിട്ടാണ് നമുക്കത് കിട്ടുന്നത്. നമുക്ക് റെഗുലർ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ആൻസർ ഒരു 1 മന്ത് നമ്മൾ ചെയ്തിട്ടും ലിസണിങ്ങിൻ്റെ എ പാർട്ടിലൊക്കെ നമുക്ക് 24-ൽ 12 ഉള്ളൂ, 11 ഉള്ളൂ. നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് ഡെയിലി ചെയ്യുക, റെഗുലറായിട്ട് ചെയ്യുക, അതിനകത്തൊരു മുടക്കം വരാതിരിക്കുക. പിന്നെ എത്രണ്ണാണോ നിങ്ങൾ ചെയ്യുന്നത്, ഒരേ പാട്ടേ ചെയ്യുന്നുള്ളൂ എങ്കിൽ 2, 3, 4, 5 നിങ്ങളുടെ സമയം അനുസരിച്ച് അതിൻ്റെ എണ്ണം കൂട്ടുക. ഇനി ഡ്യൂട്ടി വയ്ക്കേണ്ട എണ്ണം കൂട്ടാൻ പറ്റില്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതിൻ്റെ എക്സാം എഴുതാനായിട്ട് ഓടിപ്പിടിച്ച് പോയി എഴുതരുത്. സാവകാശം പഠിച്ചതിന് ശേഷം എഴുതുക. ഇതൊക്കെയുള്ളൂ നമുക്ക് സൊല്യൂഷനായിട്ടുള്ള. പിന്നെ ഓഫുള്ള ദിവസങ്ങളിൽ കൂടുതൽ പഠിക്കുക. റെഗുലറായിട്ട് ഒരു മെറ്റീരിയലെങ്കിലും ഒരു ദിവസം ചെയ്തിട്ട് കിടക്കുക. ഇതേ ഉള്ളൂ നമുക്ക് സൊല്യൂഷൻ. പഠിക്കാതെ നമുക്ക് കിട്ടുകയില്ല. അതിൻ്റെ കൂടെയാണ് ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പറഞ്ഞു തരുന്നത്. കാരണം സ്ലാങ് ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളതായിരിക്കും നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ചില മെറ്റീരിയലൊക്കെ ഒട്ടും ആൻസർ കിട്ടാത്തത്. അപ്പോൾ വേർഡ്സ് ഫെമിലിയർ ആക്കി വയ്ക്കുക. ഈ റീഡിങ്ങിൽ സിനണിം പഠിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതും വേർഡ്സ് ഫെമിലിയർ ആക്കി വയ്ക്കുക. ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കുക, മനസ്സിനകത്ത് കീപ്പ് ചെയ്യുക. അതല്ലാതെ നമുക്ക് സൊല്യൂഷൻ ഇല്ല. അപ്പോൾ ഇതല്ലാതെ കിട്ടുന്ന കുട്ടികളും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർക്ക് വേർഡ്സ് പഠിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് കേട്ടാൽ മനസ്സിലാവും. അപ്പോൾ കേട്ടാൽ മനസ്സിലാവില്ലാത്ത ആവറേജ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇനി ചില പിള്ളേരുണ്ട്, എത്ര മിടുക്കരായാലും നമുക്ക് വേർഡ്സൊക്കെ പെട്ടെന്ന് നമുക്ക് കേട്ടിട്ടില്ലാത്തൊരു വേർഡ്സാണ് പറയുന്നതെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടിപ്പ് പറഞ്ഞു തരുന്നത്. അപ്പോൾ വേർഡ്സിലേക്ക് നമുക്ക് പോകാം. ഇന്ന് ഞാനൊരു 10 വേർഡ്സാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്, ന്യൂ വേർഡ്സ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കൊച്ച് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, വേർഡ്സ് പറയുമ്പോൾ ഇച്ചിരി നിർത്തി പറയുകയാണെങ്കിൽ അത് ഒരു ഗുണമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എഴുതി കാണിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ നിർത്തി പറയാത്തത്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ നിർത്തി തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ നിങ്ങളുടെ കൂടി വേണ്ടിയിട്ട്, പോസ് ചെയ്യാതെ എഴുതിയെടുക്കാൻ നിങ്ങളുടെ കൂടി വേണ്ടിയിട്ട് നിർത്തി തന്നെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വേർഡിലേക്ക് നമുക്ക് പോകാം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന 10 വേർഡ്സ് എന്ന് പറയുന്നത് അത് മെഡിക്കേഷനാണ്. കോമൺലി കുറേ മെഡിക്കേഷൻസ് ചോദിക്കും നമ്മുടെ അടുത്ത്. അപ്പോൾ ഏതൊരു ചില എക്സാമിനൊക്കെ അവർ മെഡിക്കേഷൻസ് മിസ്സാക്കുമെങ്കിലും ചിലതൊക്കെ റെയറായിട്ട് മെഡിക്കേഷൻസിൻ്റെ പേര് ചോദിക്കാറുണ്ട്. അധികമൊന്നും ചോദിക്കില്ല. ആദ്യത്തെ ഒരു 1 to 12 നിന്നും ഒരു മെഡിക്കേഷൻ, അടുത്ത 13 to 14 നിന്നും മറ്റൊരു മെഡിക്കേഷൻ, അങ്ങനെ 1 or 2 മെഡിക്കേഷൻ്റെ പേര് മാത്രമേ ചോദിക്കാറുള്ളൂ. നമ്മൾക്ക് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. കാരണം നമ്മുടെ നാട്ടിലെ മെഡിക്കേഷൻസ്, നമ്മൾ ഇന്ത്യയിൽ യൂസ് ചെയ്തിരിക്കുന്ന മെഡിക്കേഷൻസ് ആയിരിക്കില്ല പുറത്തേക്ക് ഉള്ള മെഡിക്കേഷൻസ്. അപ്പോൾ പെട്ടെന്ന് ആ വേർഡ്സ് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അൺഫെമിലിയറായി തോന്നും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു ടെൻഷൻ വരുന്നത് മൂലം കേട്ട വാക്ക് എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. ഇനി അതുമല്ല, അതിൻ്റെ സ്പെല്ലിങ് നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളോട് OET പറയുന്നത്, മെഡിക്കേഷന് മാത്രമാണ് അങ്ങനെ പറയുന്നത്. മെഡിക്കേഷൻ എഴുതുമ്പോൾ മെഡിക്കേഷൻ്റെ സ്പെല്ലിങ് നമ്മുടെ തെറ്റാണെങ്കിലും, ഇപ്പോൾ എസ് എഴുതേണ്ടതിന് പകരം സി എഴുതിയാലും, അങ്ങനെ PH എഴുതേണ്ടതിന് പകരം F എഴുതിയാലും, അങ്ങനെ സ്പെല്ലിങ്ങിനകത്ത് കുറച്ച് മിസ്റ്റേക്സ് വന്നാലും പ്രൊനൗൺസിയേഷൻ വെച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ഉച്ചാരണമാണ് ആ വേർഡിൻ്റെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിമത്തിഡിൻ എന്നുള്ളൊരു മെഡിക്കേഷൻ, അതിനിപ്പോൾ എസ് എഴുതിയാലും സി എഴുതിയാലും സിമത്തിഡിൻ ആ പ്രൊനൗൺസ് തന്നെ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാർക്ക് തരാതിരിക്കില്ല എന്നാണ് OET നമ്മളോട് പറയുന്നത്. എന്തായാലും നമ്മൾക്ക് വേർഡ്സൊക്കെ ഒന്ന് ഫെമിലിയർ ആക്കി വെക്കാം, സ്പെല്ലിങ്ങൊക്കെ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാം. പിന്നെ ഞാൻ പഠിപ്പിക്കുന്ന 10 മെഡിക്കേഷൻസിലേക്ക് നമുക്ക് പോകാം. സോ ഫസ്റ്റ് 1, സോറ്റലോൾ എന്നുള്ളതാണ് ഫസ്റ്റ് വേർഡ്. മെഡിക്കേഷൻ നെയിം കേട്ടിട്ടുണ്ടോ? റെയറായിട്ടുണ്ടെങ്കിലേ കേട്ടിട്ടുണ്ടാവുക. സ്പെല്ലിങ് ഞാൻ എഴുതുന്നുണ്ട്, ഒപ്പം തന്നെ പറയാം. SOTALOL, സോറ്റലോൾ.
അതാണ് ഫസ്റ്റ് വേർഡ്. സോറ്റലോൾ. സോ സെക്കൻഡ് വേർഡിലോട്ട് പോകാം. സിമെത്തിക്കോൺ. സ്പെല്ലിംഗ് പറയാം. SIMETHICONE. സിമെത്തിക്കോൺ. നമ്മുടെ സെക്കൻഡ് വേർഡ് സിമെത്തിക്കോൺ. ഓക്കെ, തേർഡ് വേർഡിലേക്ക് പോകാം. ലോസെക്. ലോസെക്. LOSEC. ലോസെക്. തേർഡ് വേർഡാണത്. ലോസെക്. ഫോർത്ത് വേർഡിലേക്ക് നമുക്ക് പോകാം. ലോവാസ. LOVAZA. ലോവാസ. LOVAZA. ലോവാസ. നെക്സ്റ്റ് വേർഡ് പ്ലാവിക്സ്. പ്ലാവിക്സ്. അടുത്ത മെഡിക്കേഷൻ നെയിമാണ് പ്ലാവിക്സ്. സ്പെല്ലിംഗ് പറയാം. PLAVIX. പ്ലാവിക്സ്. നെക്സ്റ്റ് വേർഡ് പ്രെഡ്നിസലോൺ. പ്രെഡ്നിസലോൺ. സ്പെല്ലിംഗ് പറയാം. PREDNISOLONE. പ്രെഡ്നിസലോൺ. പ്രെഡ്നിസലോൺ. നെക്സ്റ്റ് വേർഡ് പെത്തഡിൻ. അത് നമ്മളെപ്പോഴും കേൾക്കുന്നൊരു മെഡിക്കേഷനാണ് അല്ലേ, പെത്തഡിൻ. ലെറ്റർ എഴുതുമ്പോഴൊക്കെ നമ്മൾ എഴുതുന്നതാണ് പേഷ്യൻറ്റിന് പെത്തഡിൻ കൊടുത്ത് മാനേജ് ചെയ്തു എന്ന്, പെയിൻ മാനേജ് ചെയ്തു എന്നുള്ളത്. PETHIDINE. പെത്തഡിൻ. പെത്തഡിൻ. നെക്സ്റ്റ് വേർഡ് നെക്സിയം. നെക്സിയം. സോ നെക്സിയത്തിൻ്റെ സ്പെല്ലിംഗ് ഞാൻ പറയാം. NEXIUM. നെക്സിയം. അടുത്ത വേർഡ് പറയാം. അടുത്ത മെഡിക്കേഷനെ ഇതൊരു എപ്പോഴും പറയുന്നതാണ് കേട്ടോ, ഇതൊരു പെയിൻ കില്ലറായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പെപ്പർമിൻറ്റ് ഓയിൽ. നമ്മൾ കേട്ടിട്ടില്ല അല്ലേ നമ്മുടെ ഇവിടെയൊന്നും, അവർ യൂസ് ചെയ്യുന്നതാണ് പെപ്പർമിൻറ്റ് ഓയിൽ. PEPPERMINTOIL. പെപ്പർമിൻറ്റ് ഓയിൽ. ഓക്കെ, ലാസ്റ്റ് വേർഡിലോട്ട് പോവാണ്. മോട്രിൻ. മോട്രിൻ. I never heard this word before. Motrin. 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 മോട്രിൻ. സോ നമ്മൾ 10 മെഡിക്കേഷൻസ് പഠിച്ചു കഴിഞ്ഞു. ഈ 10 മെഡിക്കേഷൻസിൻ്റെയും നെയിം നിങ്ങൾ എഴുതിയെടുക്കുക, സ്പെല്ലിംഗ് എഴുതിയെടുക്കുക. കുറച്ച് മെഡിക്കേഷൻസേ നമ്മളോട് ചോദിക്കാറുള്ളൂ, ഇത് നമുക്ക് ഹെൽപ്ഫുൾ ആകും. നെയിം, സ്പെല്ലിംഗ് എഴുതിയെടുക്കുക, പ്രൊനൗൺസിയേഷൻ പഠിക്കുക. ഇപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെ ഒരു മെഡിക്കേഷൻ ചോദിച്ചാൽ നമുക്ക് ഈസിയായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്നായിട്ട് ലിസണിങ് പഠിച്ച് എഴുതി ജയിക്കാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.